എല്ലാവർക്കും നമസ്കാരം. അടുത്ത ഒരു ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിക്ടോറിയൻ എറയാണ്. വിക്ടോറിയൻ എറ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, എവിടം വരെ ആയിരുന്നു, അതിന്റെ സാമൂഹിക അല്ലെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കൽ കൾച്ചർ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റൈറ്റ്, ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് പോകാം. വിക്ടോറിയൻ വിക്ടോറിയൻ എറ. സോ ബേസിക്കലി എവിടുന്ന് തുടങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1837 തുടങ്ങുകയും 1901 അവസാനിക്കുകയും ചെയ്ത ഇറയാണ് വിക്ടോറിയൻ ഇറ. ബേസിക്കലി ക്വീൻ വിക്ടോറിയയാണ് അന്ന് ത്രോൺ എടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ത്രോണിലേക്ക് വന്നിട്ടുള്ളത്. സോ നമ്മൾ എലിസബത്ത് ഇറ എന്ന് പറയുന്നത് പോലെ തന്നെ എലിസബത്ത് ഇറ എന്തിനായിരുന്നു ഫേമസ് ആയിരുന്നത്? അവരുടെ ലിറ്ററേച്ചറിനായിരുന്നു ഭയങ്കര ഫേമസ് ആയിട്ടായിരുന്നു. വിക്ടോറിയൻ ഇറ നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി കാണാൻ പറ്റുക അന്നത്തെ അഗ്രികൾച്ചർ, അതുപോലെ ഇൻഡസ്ട്രിയൽ, അതുപോലെ തന്നെ അവരുടെ കൾച്ചറൽ വാല്യൂസ്, ഈ മൂന്ന് നാല് പ്രധാനപ്പെട്ട പോയിന്റുകളെ ഊന്നിക്കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇറയെ മൊത്തമായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, എന്തുകൊണ്ട് എന്നുള്ള കാര്യം നമ്മൾ സംസാരിക്കും. കാരണം ഈ ഒരു ഇറ ബാക്കിയുള്ള ഇംഗ്ലീഷ് ഇറകളിൽ നിന്നും വളരെയധികം വ്യത്യാസത്തോടു കൂടി നിൽക്കുന്നതാണ്. വൈ? ഒന്നാമത്തെ കാര്യം അവരുടെ കൊളോണിയൽ എക്സ്പാൻഷൻസ് ആണ്. അതായത് ബ്രിട്ടീഷ് എംപയർ, യൂറോപ്യൻ എംപയർ കൂടെ ഉണ്ടായിരുന്നു, യൂറോപ്യൻ ഏരിയ ഫുൾ ഉണ്ടായിരുന്നു. അവരെല്ലാരും കൂടിയാണ് കോളനൈസേഷന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയത്. ഇന്ത്യയിലൊക്കെ അവർ വന്നിട്ടുണ്ട്. എർത്ത് ഫുൾ എല്ലായിടവും അവർ കവർ ചെയ്തിട്ടുണ്ട്. അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, നമ്മുടെ ഇവിടെ ഓസ്ട്രേലിയ, എല്ലായിടത്തും ഇവർ പോയി എത്തിയിട്ടുണ്ട്. സ്റ്റിൽ ബ്രിട്ടീഷ് എംപയർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഒരു കൈൻഡ് ഓഫ് ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ എക്സ്പാൻഷന് വേണ്ടിയിട്ടും അവരുടെ എന്താ പറയുക കൾച്ചറൽ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ, അതുപോലെ റവല്യൂഷണറി പ്രോസസ്സുകൾ എല്ലാത്തിനും മുൻപിൽ നിന്നത് ഇവരുടെ ആയിരുന്നു. കാരണം അവരുടെ ട്രേഡ് അത്രയും വലിയ റൂട്ടായിരുന്നു. നമ്മളുടെ അടുത്ത് നിന്ന് എടുക്കുകയും അവർ കൊണ്ടുപോവുകയും മാത്രമല്ല ചെയ്തിട്ടുള്ള, അവിടുത്തെ വസ്തുക്കൾ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു. മെഷീൻസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ ഈ എംപയർ എക്സ്പാൻഡ് ചെയ്യുന്നത് കൂടി തന്നെ ഇവർക്ക് ബേസിക്കലി ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ രാജ്യങ്ങളെ ഭരിക്കാനും ആ രാജ്യങ്ങളെ തങ്ങളുടെ കീഴിൽ കൊണ്ടു നടക്കാനും, അതുപോലെ അവരുടെ ട്രേഡ് റൂട്ട്സ് പിടിക്കാൻ, അതുപോലെ ട്രേഡുകൾ കൂടുതലായിട്ട്, ബിസിനസ് കൂടുതലായിട്ട് നടത്താനും, അതിന്റെ ഇടയിൽ കൂടെ തന്നെ ഏറ്റവും നന്നായിട്ട് വരുമാനം ഉണ്ടാക്കാനും ഇവർക്ക് കഴിയുന്നുണ്ട്. എന്താണ് ഇതിൽ പ്രധാനപ്പെട്ട കാരണം? ഇല്ലെങ്കിൽ അറേബ്യ വഴി, ഇവരുടെ യൂറോപ്പാണ് ഇവിടെയുള്ളത്, അതിനുശേഷം ഏഷ്യയിലേക്ക് എത്തണമെങ്കിൽ അറേബ്യൻ അല്ലെങ്കിൽ ഇസ്ലാമിക് റൂളേഴ്സ് വഴിയാണ് അവർക്ക് റൂട്ട് ഉണ്ടായിരുന്നത്. അവർക്ക് വരേണ്ടത് ആ റൂട്ട് വഴിയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? കുതിരകളെയൊക്കെ തെളിച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, പണച്ചെലവുണ്ട്, അതുപോലെ തന്നെ ഇവർക്ക് ടാക്സ് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അറേബ്യൻ റൂളേഴ്സിന്, ഇസ്ലാമിക് റൂളേഴ്സിന് എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. അപ്പൊ അവർക്ക് അവിടെ നഷ്ടം വരുന്നു. അതുപരി അതിന് മാറ്റാൻ വേണ്ടിയിട്ടാണ് യൂറോപ്യൻ എംപയറിലുള്ള ആൾക്കാർ കടൽ വഴിയുള്ള മാർഗം സഞ്ചരിക്കാൻ തുടങ്ങിയത്. സോ ഇത് അവർക്ക് ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് മാറുകയും അതിനുശേഷം ഇവരുടെ ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷന് വേണ്ടി ഇവർ ഏറ്റവും കൂടുതൽ കടൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. 1498 കേരളത്തിൽ വന്നിറങ്ങിയത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയുമെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി കമന്റ് ചെയ്തിടുക. റൈറ്റ്, ഇത് മാത്രമല്ല, 1400കളും 1300 തൊട്ട് ഇവർ എക്സ്പാൻഷന് വേണ്ടിയിട്ടും അതുപോലെ കടൽ യാത്രകളും നടത്തുന്നുണ്ട്. പക്ഷെ കുറെ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ വിക്ടോറിയൻ എറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടതാണ് സ്ട്രിക്റ്റ് മോറൽ വാല്യൂസ്. ഇവിടെ മോറൽ ഡീജനറേഷൻ എന്ന് പറയുന്ന ഒരു, അതായത് ആൾക്കാർക്ക് കൾച്ചർ ഇല്ലാതെ പെരുമാറുക എന്ന് നമ്മൾ മറ്റുള്ളവരെ കളിയാക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ ചീത്ത പറയാറുണ്ടല്ലോ. നമ്മുടെ മോറൽ വാല്യൂസ് എവിടെ പോയി എന്ന് ചോദിക്കാറുണ്ടല്ലോ. മോറൽ വാല്യൂസിനെ ബേസിക്കലി എന്തുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാറുള്ളത്? നമ്മളുടെ സ്പിരിച്വൽ അല്ലെങ്കിൽ റിലീജിയസ് വാല്യൂസുമായിട്ടാണ് നമ്മുടെ മോറൽ വാല്യൂസിനെ നമ്മൾ ഏകദേശമൊക്കെ കണക്ട് ചെയ്ത് പോകാറുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇൻഡസ്ട്രി വളരാൻ തുടങ്ങി. അപ്പൊ ആൾക്കാർക്ക് കൂടുതൽ വർക്കിന് പോകാൻ തുടങ്ങി. അപ്പൊ അവരെന്താ സ്വാഭാവികമായിട്ടുണ്ടായിരിക്കും? നമ്മളെ കണക്ട് ചെയ്താൽ മതി. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? റിലീജിയസ് ആയിട്ട് നമ്മൾ പോകുന്നുണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ മാറി താമസിക്കാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം മാറും, അല്ലെ? ഇതുപോലെ തന്നെയാണ് വിക്ടോറിയൻ എറയിലും ഉണ്ടായത്. ആൾക്കാർ കൂടുതൽ ജോലിക്ക് പോകാൻ തുടങ്ങി. അവരുടെ ഡെയിലി പരിപാടികളെല്ലാം നടത്താൻ തുടങ്ങുമ്പോൾ അവിടുത്തെ മോറൽ കണ്ടക്ട് അല്ലെങ്കിൽ മോറൽ വാല്യൂസ്, അതുപോലെ തന്നെ റിലീജിയസ് ബിലീഫ് ഇല്ലാതാവാൻ തുടങ്ങി. അത് നിങ്ങൾക്ക് ഈ ഒരു വിക്ടോറിയൻ എറയിലുള്ള പ്രധാനപ്പെട്ട റൈറ്റേഴ്സിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ പറ്റും. എംപയറിനെ പറ്റി പറയുന്ന, അവരുടെ കൊളോണിയൽ കാര്യങ്ങളെ പറ്റി പറയുന്നതാണ് അവരുടെ കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ പ്രോഗ്രസിനെ പറ്റിയിട്ട് പറയുന്നതാണ് ഡിക്കൻസിനെ പോലെ, ചാൾസ് ഡിക്കൻസിനെ പോലെയുള്ള റൈറ്റേഴ്സിന്റെ നോവൽസ്. അതുപോലെ മോറൽ വാല്യൂസിനെ കുറിച്ച് പറയുന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട കവിതകൾ എന്ന് പറയുന്നത്. റൈറ്റ്,
അപ്പോൾ ഇതെല്ലാം കൂടി കലർന്നിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത് വിക്ടോറിയൻ ഇറ എന്ന് പറയുന്നത്. ഇവിടെ കൂടുതലായിട്ടും ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ് വന്നപ്പോൾ നമുക്ക് ഇപ്പുറത്ത് കാണാൻ പറ്റും, ഇവിടെ മാർക്സിസ്റ്റ് ക്രിറ്റിസിസം ഒക്കെ ഇതിന് ശേഷം വരുന്നുണ്ട്. ഈ ഒരു 1870 40 50 കൂടി തന്നെ തുടങ്ങി 1870 കൂടി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതാണ് മാർക്സിസ്റ്റ് ക്രിറ്റിസിസം. അപ്പോൾ ഇവിടെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ വരുന്നുണ്ട്. അതായത് പണ്ട് എങ്ങനെയായിരുന്നു, ഒരു ബൂർഷ്വാസി അല്ലെങ്കിൽ ഒരു പൈസക്കാരനായിട്ടുള്ള ഒരാള് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഒരു പ്രമാണി, അതിനുശേഷം ഏറ്റവും നടുവിലുള്ള ആളില്ല അതിനിടയിൽ. അപ്പോൾ അതിനുശേഷം ഇവിടെ വിട്ടു കഴിഞ്ഞാൽ, അതായത് പ്രധാനപ്പെട്ട പൈസക്കാരനെ, അതായത് ഇത് കമ്പനി നടത്തുന്ന ഒരാൾ വിട്ടു കഴിഞ്ഞാൽ സാധാരണയുള്ള കൂലിവേല ചെയ്യുന്ന അല്ലെങ്കിൽ ഡെയിലി വേജിന് വേണ്ടി പണിയെടുക്കുന്ന ആളെ ഉണ്ടായിരുന്നുള്ളൂ. വിക്ടോറിയൻ എറ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ വിക്ടോറിയൻ എറയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് എത്താത്ത നടുവിൽ എല്ലാ കാര്യങ്ങളും കൊണ്ടു നടക്കുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അവിടെ വളരാൻ തുടങ്ങി. അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടി, ഡെക്കോറം, മൊറാലിറ്റി, റിലീജിയസ് വാല്യൂസിനെയൊക്കെ കുറെ ആൾക്കാർ അതിനെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് പിടിക്കാനും തുടങ്ങി. കുറെ ആൾക്കാർ ഇത് വിട്ടുപോകാനും തുടങ്ങി. വിട്ടുപോകുമ്പോഴാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കവികൾ അതിനെക്കുറിച്ച് എഴുതുന്നത്. റൈറ്റ്. നിങ്ങൾ ആ കവിതകളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. ആ കവിതകളിൽ പ്രധാനമായിട്ടും പറയുന്നത് എങ്ങനെയാണ് റിലീജിയസ് വാല്യൂസ്, മോറൽ വാല്യൂസ് ഒക്കെ വിട്ട് മനുഷ്യർ പെരുമാറുന്നു എന്നുള്ളതാണ്. കാരണം എന്താണ്, അവരവരുടെ ജോലിയിൽ വ്യാപൃതരാണ്. ഓക്കെ. അത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ഇപ്പോഴാണ് വരുന്നത്. എഡ്യൂക്കേഷണൽ മൂവ്മെന്റ്സ് വരുന്നുണ്ട്, ലേബർ ലോസ് വരുന്നുണ്ട്, വിമൻസ് റൈറ്റിന് വേണ്ടി അവർ കലഹിക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് നമ്മുടെ ഈ പറയുന്ന ഫെമിനിസ്റ്റ് മൂവ്മെന്റുകൾ വരുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും എത്ര ഭാഗമായിട്ടാണ് ഫെമിനിസ്റ്റ് വേവ്സ് വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് വേവ് ഒക്കെ ഇതിന് ആ ഒരു കാലഘട്ടത്തിൽ അതിന് ശേഷമാണ് വന്നു തുടങ്ങുന്നത്. ഫസ്റ്റ് വേവ് ഉണ്ട്, സെക്കൻഡ് വേവ് ഉണ്ട്, തേർഡ് വേവ് ഉണ്ട് അല്ലേ. അപ്പൊ അതെല്ലാം വരുന്നുണ്ട്. ഇനി നോവലായിരുന്നു ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു മേജർ ലിറ്റററി ഫോം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കവിതകളും ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വർക്കുകൾ വന്നിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ എഴുത്തുകൾ വന്നിട്ടുള്ളത് ഇവിടെ നിന്നാണ്, ഈ ഒരു വിക്ടോറിയൻ എറയിൽ നോവൽ ഫോമാറ്റിലാണ് വന്നിട്ടുള്ളത്. റൈറ്റ്. ഇനി എന്തൊക്കെയായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട തീമുകൾ എന്ന് പറയുന്നത്? പോവർട്ടി, അത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. ഒരാൾ പണക്കാരനായിട്ട് നിൽക്കുകയാണെങ്കിൽ അടുത്ത ആൾ എന്തായിരിക്കും, പാവപ്പെട്ടവനായിട്ട് ഇയാൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാളായിട്ടാണ് ഉണ്ടായിരിക്കും. അടുത്തത് ക്ലാസ് കോൺഫ്ലിക്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് മാർക്സിസം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ക്രിറ്റിസിസം ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. മാർക്സിസം ആണ് ബേസിക്കലി ഇതിനെല്ലാം എങ്ങനെ ഇതിനെ മാറ്റുന്നു എന്നുള്ളത് പറയുന്നത്. റൈറ്റ്. അവിടെ നമുക്ക് ബൂർഷ്വാസിനെ കാണാം, പ്രോൾട്ടേറിയറ്റിനെ കാണാം, അതായത് പൈസയുള്ള ഒരാളെയും പൈസ ഇല്ലാത്ത ആളെയൊക്കെ ഇവിടെ കാണാൻ പറ്റും. റൈറ്റ്. ഇനി മൊറാലിറ്റി, അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇനി റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മൊറാലിറ്റി നമ്മൾ റിലീജിയസ് ആയിട്ടുള്ള ആസ്പെക്റ്റിലാണ് പറയുന്നത്. അപ്പോൾ റിലീജിയസ് വാല്യൂസ് ഇല്ലാത്ത കുറെ സമൂഹങ്ങളും കുറെ ആൾക്കാരും വരുമ്പോൾ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് അവിടെ ക്രിസ്ത്യാനിറ്റി ആണ് കൂടുതൽ ഉണ്ടായിരിക്കുക. അവിടെ ക്രിസ്ത്യാനിറ്റി അപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ എണ്ണം കുറയുകയാണ്. അപ്പൊ അവർ തീർച്ചയായിട്ടും അവരെ തിരിച്ച് റിലീജിയസ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും അല്ലെ. നമ്മളെയൊക്കെ ചീത്ത പറയുന്നല്ലേ, എന്നെയൊക്കെ ചീത്ത പറയാറുണ്ട്. റൈറ്റ്. പണ്ട് നീ ഇങ്ങനെ ആയിരുന്നില്ല, നീ ഭയങ്കര വിശ്വാസിയായിരുന്നു, ദൈവവിശ്വാസിയായിരുന്നു. ഓരോരുത്തരുടെ ജീവിത സാഹചര്യം അവരവർ പഠിക്കുന്ന കാര്യങ്ങളും വെച്ചിട്ടാണ് അവർക്ക് ഓരോ വിശ്വാസങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ വിക്ടോറിയൻ എറയിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കുത്തകകൾ വന്നു. അപ്പോൾ ആൾക്കാർ കൂടുതൽ ജോലി അന്വേഷിച്ച് പോയി, കുറെ ആൾക്കാർ കമ്പനി വർക്കിലേക്ക് പോയി, ഡെയിലി വേജസിന് പോയി, ഡെയിലി ലേബർ ആയിരുന്നു. ഇതിനിടയിൽ ജീവിതം മുന്നിലേക്ക് നടക്കുമ്പോൾ ആരാണ് ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു പോയിന്റ് ആയിട്ട് ഇവർ കണക്കാക്കുന്നുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് സയന്റിഫിക് ഇൻവെൻഷൻസ്, അതായത് പ്രോഗ്രസ് വേഴ്സസ് ട്രഡീഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ. നിങ്ങൾ പ്രോഗ്രസ് വിശ്വസിക്കുകയാണോ അതോ ട്രഡീഷണൽ മൂല്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പൊ നമ്മൾ പറയുന്ന പോലെ 50 കൊല്ലം മുൻപുള്ള കേരളമാണ് നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല. ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ ചീത്തയായിരിക്കാം. പക്ഷെ 50 കൊല്ലം മുൻപുള്ള ലോകക്രമമല്ല ഇന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഒരു മൊബൈലിന്റെ കാര്യം പോലും അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. സോ പ്രോഗ്രസിന് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്ന സയന്റിഫിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. ട്രഡീഷനെ ബേസ് ചെയ്തുകൊണ്ട് അന്നത്തെ കവികളെ പോലെയോ അല്ലെങ്കിൽ സാധാരണ കുടുംബങ്ങളെ പോലെയോ ക്രിസ്ത്യൻ ബിലീഫിൽ ഉണ്ടായിരുന്ന കുറെ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തീമുകൾ വെച്ചിട്ടാണ് അവര് എഴുതിയിട്ടുണ്ടായിരുന്നത്. കാരണം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് അയാളുടെ ഇപ്പൊ നമ്മൾ എം ടി എടുത്ത് നോക്കാം. എം ടിയുടെ പ്രധാനപ്പെട്ട നല്ല കൃതികളൊക്കെ വരുന്ന 1980 90 കാലഘട്ടങ്ങളിലാണ്. അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹം കണ്ടിരുന്ന കഥകളെയാണ് അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ എഴുതുന്നത്. പക്ഷെ ആ നാലുകെട്ടോ അല്ലെങ്കിൽ രണ്ടാം കൂടോ ഒന്നും ഇന്ന് എഴുതാൻ പറ്റില്ല. എഴുതുന്നത് മോശമാണ് എന്നല്ല, കാലഘട്ടം മാറി.
അല്ലേ? രണ്ടിടങ്ങഴി എന്ന് പറയുന്ന തകഴിയുടെ നോവൽ ഇന്ന് എഴുതേണ്ടതല്ല, അത് അന്ന് എഴുതി വെച്ചതാണ്. അതുപോലെ തന്നെയാണ് വിക്ടോറിയൻ എറയിലെ എഴുത്തുകളും. കുറെ ആൾക്കാർ പഴയതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് നിന്നു, ഇന്ന് പുതിയതായിട്ടുള്ള ആൾക്കാരും വരാൻ തുടങ്ങി. അപ്പൊ പ്രോഗ്രസ് വേഴ്സസ് ട്രഡീഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ അവിടെ തുറന്നു വരുന്നുണ്ട്. അടുത്തത് അന്നുണ്ടായിരുന്ന പ്രധാന ചില ഫാക്റ്റുകൾ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിലെ 4 ഫാക്റ്റുകൾ ഡയറക്റ്റ് ആയിട്ട് കേട്ടറ്റിനും സെറ്റിനും ചോദിച്ചിട്ടുള്ളതാണ്. ഒന്ന്, 1838 സ്ലേവറി അബോളിഷ്മെന്റ്. അത് ബ്രിട്ടനിൽ വന്നിട്ടുള്ളത് 1838 അമേരിക്കയിൽ എന്നാണ് വന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്? എബ്രഹാം ലിങ്കൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനോട് അനുബന്ധിച്ചിട്ടാണ് അദ്ദേഹത്തെ പിന്നീട് കൊല ചെയ്യുന്നത്, അല്ലെ? അദ്ദേഹം സ്ലേവറി അബോളിഷ് ചെയ്യുമ്പോൾ അതിൽ എതിര് അഭിപ്രായമുള്ള, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് അദ്ദേഹത്തിന് ഒരു പൊതുപരിപാടിയിൽ വെച്ച് കൊലപ്പെടുത്തുന്നത്. അപ്പൊ 1838 സ്ലേവറി അബോളിഷ് ചെയ്യുന്നുണ്ട്. 1851 ദ ഗ്രേറ്റ് എക്സിബിഷൻ ഇൻ അറ്റ് ക്രിസ്റ്റൽ പാലസ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്ലേവറിയുടെയും അതുപോലെ 1851 ചോദ്യം ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തില്, അതായത് PYQ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേറ്ററ്റിനും അതുപോലെ തന്നെ സെറ്റിനും. അപ്പൊ ഗ്രേറ്റ് എക്സിബിഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ബ്രിട്ടന്റെ ഇൻഡസ്ട്രിയൽ കുതിപ്പ്, ഇല്ല, ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു എക്സിബിഷൻ ഇംഗ്ലണ്ടിൽ വിക്ടോറിയ രാജ്ഞി നടത്തുന്നതാണ് ദ ഗ്രേറ്റ് എക്സിബിഷൻ എന്ന് പറയുന്നത്. അത് ക്രിസ്റ്റൽ പാലസിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇംഗ്ലണ്ട് എത്രത്തോളം പുരോഗമിച്ചു, ഇംഗ്ലണ്ടിൽ എന്തൊക്കെ സയന്റിഫിക് പ്രോഗ്രസ് ഉണ്ടായി, ഇംഗ്ലണ്ടിൽ എന്തൊക്കെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ വിക്ടോറിയൻ രാജ്ഞിയാണ് അവിടെ കൊണ്ടുവരുന്നത്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എക്സിബിഷൻ നടത്തുന്നത്. ഇനി 1859 ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ചാൾസ് ഡാർവിന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ബുക്ക് പുറത്തിറങ്ങുന്നുണ്ട്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രോഗ്രസ് വേഴ്സസ് ട്രഡീഷൻ, അതുപോലെ തന്നെ റിലീജിയസ് വാല്യൂസ് എന്ന് പറയുന്നതിനെയൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടു. കാരണം എന്താണ്? ഒറിജിൻ ഓഫ് സ്പീഷീസ് ബേസിക്കലി പറയുന്നത് പരിണാമ സിദ്ധാന്തത്തിനെ കുറിച്ചാണ്. അന്നുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇന്നുമുള്ള റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ വിശ്വസിക്കുന്നു ദൈവമാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തു തന്നിട്ടുള്ളത്. ഇതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഗാലപ്പഗോസ് ദ്വീപിൽ നിന്നുള്ള ആമകളെയും ബാക്കിയുള്ളതിനെയൊക്കെ പഠിച്ചുകൊണ്ട് നമ്മളെ ചാൾസ് ഡാർവിൻ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ബുക്ക് എഴുതുന്നത്. അപ്പൊ അത് ബേസിക്കലി റിലീജിയനെ ക്വസ്റ്റ്യൻ ചെയ്ത്, ദൈവത്തിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടുള്ള ഒരു ബുക്കായിരുന്നു. അത് വളരെയധികം വ്യത്യാസങ്ങൾ ആ ഒരു സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കൾച്ചർ തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. അടുത്തത് 1870 പ്രോപ്പർട്ടി റൈറ്റ്സ് ഫോർ വിമൻ ആഫ്റ്റർ മാരേജ്. അത് പ്രധാനപ്പെട്ടതാണ്. പ്രോപ്പർട്ടി റൈറ്റ് ആദ്യമായിട്ട് വിമന് വേണ്ടിയിട്ട് നൽകുന്നത് 1870 അതുപോലെ 1876 അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ത് ചെയ്യുന്നുണ്ട്? ടെലിഫോൺ കണ്ടുപിടിക്കുന്നുണ്ട്. 1877 തോമസ് ആൽവ എഡിസൺ ഫോണോഗ്രാഫ് കണ്ടുപിടിക്കുന്നുണ്ട്. 1880 എഡ്യൂക്കേഷൻ ഈസ് മെയ്ഡ് കമ്പൽസറി ഫോർ ചിൽഡ്രൻ ഇൻ ബ്രിട്ടൻ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഏരിയാസ്. എങ്ങനെയായിരുന്നു നമ്മുടെ വിക്ടോറിയൻ എറ നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ കാര്യമായിട്ട് ഒരു വർക്ക് കിട്ടുകയാണെങ്കിൽ വിക്ടോറിയൻ എറയിലെ ഒരാളെ പറ്റിയാണ് നിങ്ങൾക്ക് കേട്ടറ്റിൽ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ കാലഘട്ടം നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കണം. 1837 മുതൽ 1901 വരെയാണ് ഈ കാലഘട്ടം ഉണ്ടായിരുന്നത്. റൈറ്റ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾ കുറച്ച് കാര്യമായിട്ട് തന്നെ പഠിക്കണം. റൈറ്റ്. നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോണിൽ നമുക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ ഇൻ കേസ് ഒരു ചെറിയ ക്രാഷ് കോഴ്സിനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ. ഓക്കെ, ഒരു 40 ദിവസത്തിന്റെ അടുത്തുള്ള ഒരു ചെറിയ ക്രാഷ് കോഴ്സ് നമ്മൾ കാറ്റഗറി 3 വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ കോൾ അസ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ നെക്സ്റ്റ് കാറ്റഗറി എക്സാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.